നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യണമെന്ന പ്രമേയം പാസാക്കി നിയമസഭ. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മുഫ്ത് ബിജ്ലി സൗജന്യ വൈദ്യുതി പദ്ധതി പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാരത്തിൽ വന്നാൽ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ നൽകുമെന്ന് രാഹുൽ ഗാന്ധി. ഒളിച്ചുകളി തുടർന്ന് സർക്കാർ. കേരളീയത്തിന്റെ സ്പോൺസർഷിപ്പ് കണക്കുകളിൽ നിയമസഭയിലും മറുപടിയില്ല. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ വിലക്ക് നീക്കി UWW. താരങ്ങളോട് വിവേചനം കാണിക്കരുതെന്ന് നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നതിനാൽ ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് കേരള നിയമസഭ പ്രമേയത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പ്രമേയ സഭ ഐക്യകണ്ഠേന പാസാക്കി. വനമന്ത്രി AK ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത്. കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് പ്രമേയത്തിൽ പറയുന്നു. കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. കേന്ദ്രം വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11A വകുപ്പ് പ്രകാരം വൈൽഡ് ലൈഫ് വാർഡിന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് നൽകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. നിലവിലെ നിയമങ്ങളിൽ കേന്ദ്രം ഭേദഗതി വരുത്താത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം പ്രമേയം പാസാക്കിയത്. മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. രാജസ്ഥാനിൽ നിന്നാകും സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുകയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിലെ വീട്ടിൽ നിന്നും സോണിയ രാജസ്ഥാനിലേക്ക് അതിരാവിലെ പുറപ്പെട്ടതായാണ് വിവരം. ഫെബ്രുവരി 27-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. തിങ്കളാഴ്ച രാത്രി ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിലാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുകുൾ വസ്നിക്, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തതായാണ് വിവരം. ഇതോടെ പൊതു തെരഞ്ഞെടുപ്പിൽ സോണിയ മത്സരരംഗത്തുണ്ടാകില്ലെന്ന കാര്യം ഉറപ്പായി. 22 വർഷം കോൺഗ്രസ് അധ്യക്ഷ ആയിരുന്ന സോണിയ 5 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ സോണിയ എത്തുമ്പോൾ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടാകുമെന്നാണ് വിവരം. രാജസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 56 പേരാണ് രാജ്യസഭയിൽ നിന്നും ഏപ്രിൽ മാസം വിരമിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. 1964 മുതൽ 1967 വരെ രാജ്യസഭാംഗമായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം നെഹ്റു കുടുംബത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് സോണിയ. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് സോണിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിട്ട് രാജ്യസഭയിലേക്ക് പോകുന്നത്. രാജസ്ഥാനും ഹിമാചൽ പ്രദേശുമാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സോണിയയ്ക്ക് വേണ്ടി പാർട്ടി കണ്ടെത്തിയ 2 സംസ്ഥാനങ്ങൾ. ഇതിൽ നിന്നും സോണിയ രാജസ്ഥാൻ തെരഞ്ഞെടുക്കുകയായിരുന്നു. പുരപ്പുറ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന സൗജന്യ വൈദ്യുതി പദ്ധതി പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ഉറപ്പാക്കുന്നതാണ് പദ്ധതി. 75,000 കോടി രൂപ ചെലവിട്ടാകും പദ്ധതി നടപ്പാക്കുകയെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും ജനങ്ങളുടെ ക്ഷേമത്തിനായും PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതി പ്രഖ്യാപിക്കുന്നു. രാജ്യത്തെ 1 കോടി കുടുംബങ്ങളിൽ വെളിച്ചമെത്തിക്കുന്നതിനായി പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്നതാകും പദ്ധതി. 75,000 കോടി രൂപ നിക്ഷേപമുള്ള പദ്ധതിയാകും ഇത്. ഈ പദ്ധതി കൂടുതൽ വരുമാനത്തിനും കുറഞ്ഞ വൈദ്യുതി ബില്ലിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇടയാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി Xൽ കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കുന്നതിലും ഇളവുകളോടെ പദ്ധതിക്ക് ബാങ്ക് വായ്പ ലഭിക്കുന്നതുമല്ല. പദ്ധതിയുടെ അധികഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുണഭോക്താക്കളെ ദേശീയ പോർട്ടൽ വഴി ബന്ധിപ്പിച്ചാകും പദ്ധതി നടപ്പാക്കുക. താഴെത്തട്ടിൽ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി പ്രചരിപ്പിക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് കരുത്തേകാൻ യുവാക്കളുടെ പിന്തുണ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകാൻ ഇല്ലെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി. സർക്കാരിന്റെ ഭാഗമാകാതെ പ്രധാനമന്ത്രി പദത്തിൽ PMLN പാർട്ടിക്ക് പിന്തുണ നൽകുമെന്ന് ഭൂട്ടോ വ്യക്തമാക്കി. ഇതോടെ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായി. 4ാം തവണയാണ് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PPP ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷമാണ് ബിലാവൽ ഭൂട്ടോ നിലപാട് വ്യക്തമാക്കിയത്. എന്റെ പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നതിൽ ഭൂരിപക്ഷം നേടുന്നതിൽ പരാജയപ്പെട്ടു.
അതുകൊണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കില്ല. രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുന്നതിനായാണ് PMLN പാർട്ടിക്ക് പിന്തുണ നൽകുന്നത്. സർക്കാരിന്റെ ഭാഗമാകാതെയാകും ഇത്. 4ാം വട്ടവും നവാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകുമെന്ന് മുൻ പ്രധാനമന്ത്രിയും സഹോദരനുമായ ഷഹബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ പിന്മാറ്റം. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സർക്കാരുണ്ടാക്കാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവുമായ നവാസ് ഷെരീഫ് നീക്കം തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇമ്രാൻഖാന്റെ PTI ഒഴികെയുള്ള പാർട്ടികളെ സഖ്യത്തിന് ക്ഷണിച്ചിരുന്നു. സൈന്യത്തിന്റെ പിന്തുണയും നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിനാണ്. ഈ മാസം 8-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. 336 അംഗ ദേശീയ അസംബ്ലിയിൽ സംവരണ സീറ്റുകളിൽ ഒഴികെയുള്ള 265 സീറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ PTI പിന്തുണയുള്ള സ്വതന്ത്രർക്ക് 101 സീറ്റ് ലഭിച്ചു. PMLN 75 സീറ്റുമായി രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നാമതെത്തി. മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് 54 സീറ്റുണ്ട്. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനായാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ നൽകുമെന്ന് രാഹുൽ ഗാന്ധി. കർഷക ക്ഷേമത്തിനായി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. MS സ്വാമിനാഥന് ഭാരതരത്നം നൽകിയ BJP സർക്കാർ അദ്ദേഹത്തിന്റെ ശുപാർശകൾ നടപ്പാക്കാൻ വിമുഖത കാട്ടുകയാണെന്നും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷക സംഘടനകൾ നടത്തുന്ന ദില്ലി ചലോ മാർച്ചിൽ സംഘർഷമുയർത്തുന്നതിനു പിന്നാലെയാണ് രാഹുലിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ചരിത്രപരമാണ്. 15 കോടി കർഷക കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുക. നയ് യാത്രയിൽ കോൺഗ്രസ് നൽകുന്ന ആദ്യ ഉറപ്പാണിത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കി കഴിഞ്ഞു. ജനങ്ങൾക്കു നൽകുന്ന ആദ്യ ഉറപ്പാണ് താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷയെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചു. കർഷകർ ഡൽഹിയിൽ പ്രവേശിക്കാതിരിക്കാൻ കോൺക്രീറ്റ് മതിലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. രാജ്യത്തെ ജനാധിപത്യം ശോചനീയ അവസ്ഥയിലാണെന്നും കോൺഗ്രസിന്റെ ഗ്യാരണ്ടികളെ പ്രധാനമന്ത്രി മോദി കോപ്പിയടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ആരംഭിച്ച ദില്ലി ചലോ സമരം കൂടുതൽ ശക്തമാക്കാൻ കർഷകർ. ഇതിന്റെ ഭാഗമായി പഞ്ചാബ് ഹരിയാന അതിർത്തിയിലേക്ക് കൂടുതൽ ട്രാക്ടറുകൾ എത്തിച്ചു. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ ട്രാക്ടറുകളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്രം കേൾക്കണമെന്ന് ശിരോമണി അകാലിദൾ തലവൻ സുഖ്ബീർ സിംഗ് ആവശ്യപ്പെട്ടു. അതേസമയം ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭു അതിർത്തി യുദ്ധക്കളമായി തുടരുകയാണ്. ശംഭു അതിർത്തിയിൽ പോലീസ് രാവിലെയും രാത്രിയും കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഒരു കാരണവശാലും കർഷകർ റോഡിൽ സംഘടിക്കരുതെന്ന ഉദ്ദേശത്തോടെയാണ് പോലീസിന്റെ ഇടപെടൽ. കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്ത് സമരം ഒതുക്കാനും നീക്കം നടക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാൻ കർഷകരോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ സന്ധി സംഭാഷണത്തിലൂടെ ഖത്തറിൽ നിന്ന് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ മടക്കിക്കൊണ്ടുവന്ന കാര്യം പരാമർശിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം. കർഷകർ പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതുകൊണ്ടാണ് ചർച്ച നീണ്ടുപോകുന്നതെന്ന് വ്യക്തമാക്കിയ മന്ത്രി സമരക്കാർ അക്രമങ്ങളിലേക്ക് തിരിയരുതെന്നും ആവശ്യപ്പെട്ടു. വധശിക്ഷ കാത്ത് ഖത്തർ ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാമെങ്കിൽ റഷ്യ-യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ യുക്രൈനിൽ കുടുങ്ങിയ 27,000 ഇന്ത്യക്കാരെ ഓപ്പറേഷൻ ഗംഗയിലൂടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, കോവിഡ് കാലത്ത് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഇതെല്ലാം ചർച്ചകളിലൂടെ സാധിച്ചതാണ്. അതുകൊണ്ട് എന്റെ കർഷക സഹോദരന്മാരോട് കേന്ദ്രവുമായി ചർച്ച തുടരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാർ കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനായി രാത്രി വരെ ഇരുന്നെങ്കിലും കർഷകരുടെ പ്രതിനിധികൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയെന്ന് അദ്ദേഹം ആരോപിച്ചു. തുടർച്ചയായ ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ നിയമസഭയിലും പുറത്തുവിടാതെ സർക്കാർ. MLA-മാരുടെ ചോദ്യത്തിന് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേരള സദസ്സിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ ഓടിയതിന്റെ ചെലവ് സംബന്ധിച്ചും കൃത്യമായ കണക്കുകളില്ല. എല്ലാം സ്പോൺസർഷിപ്പില്ലെന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയായിരുന്നു കേരളീയം. പക്ഷേ പരിപാടി കഴിഞ്ഞ് 3 മാസമായിട്ടും സ്പോൺസർഷിപ്പിന്റെ കണക്കുകൾ മാത്രമില്ല. മുമ്പ് പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ MLA PC വിഷ്ണുനാഥിന്റെയും അൻവർ സാദത്തിന്റെയും നിയമസഭയിലെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പരിപാടിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്പോൺസർഷിപ്പ് മുഴുവനായും ലഭ്യമായിട്ടില്ല എന്നാണ്. പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്.
പരിപാടി കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കണക്കും ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ഇത് മറന്ന മട്ടാണ്. കേരളീയത്തിൽ മാത്രമല്ല നവകേരള സദസ്സിന്റെ ചെലവുകളിലും അവ്യക്തയുണ്ട്. നവകേരള സദസ്സ് സമയത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ ഇന്ധന ചാർജും മെയിൻ്റെനൻസും ലോഗ് ബുക്കും ആവശ്യപ്പെട്ട് ടി സിദ്ദിഖിന്റെ ചോദ്യത്തിനാണ് ഒന്നിന്റെയും വിശദ വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. തൃപ്പൂണിത്തുറയിൽ വെടിക്കോപ്പ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ വീട് തകർന്നവർ നഷ്ടപരിഹാരം തേടി കോടതിയിലേക്ക്. സ്ഫോടനത്തിൽ 15 വീടുകൾ പൂർണ്ണമായും 150-ലേറെ വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് കണക്കുകൾ. നിയമവിരുദ്ധമായി വെടിക്കോപ്പുകൾ സൂക്ഷിച്ചവർ കൈമലർത്തിയതോടെയാണ് കോടതിയെ സമീപിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. വികലാംഗനായ ശിവരാജനെ പോലെ 15 പേരുടെ വീടുകൾ സ്ഫോടനത്തിൽ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ജനൽപാളികൾ തകർന്നും കട്ടിലകൾ ഇളകിമാറിയും ചുവരുകൾക്ക് കേടുപറ്റിയും മറ്റ് 150ഓളം വീടുകൾ. ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടനം കനത്ത നാശമാണ് ഉണ്ടാക്കിയത്. അപകടമുണ്ടായി 2 ദിവസമായിട്ടും വീടുകളുടെ നഷ്ടം കണക്കാക്കാൻ ഒരു നടപടിയുമില്ല. 4 വീടുകൾ താമസയോഗ്യമല്ലെന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇതിനകം കണ്ടെത്തി വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു വീടുകളിൽ താമസം തുടങ്ങണമെങ്കിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി വേണം. ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. വടക്കുഭാഗത്തിന്റെ വെടിക്കെട്ടിലെത്തിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. കരയോഗം ഭാരവാഹികൾ സംഭവത്തിന് പിന്നാലെ ഒളിവിലാണ്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയ്ക്കാകും അന്വേഷണം ചുമതല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അനധികൃതമായി ഇത്രയധികം വെടിമരുന്ന് കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും അറിഞ്ഞില്ലെന്ന പോലീസ് വിശദീകരണം വിമർശനത്തിന് കാരണമായിരുന്നു. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ക്ഷേത്രം ഭാരവാഹികളെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമുണ്ടായ കേടുപാടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇന്നലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചേർന്ന ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. തുടർ നടപടികൾ ആലോചിക്കാൻ തൃപ്പൂണിത്തുറ നഗരസഭ ഇന്ന് നാട്ടുകാരുടെ യോഗം വിളിച്ചിരുന്നു. രാവിലെ 11:30 യോഗം. വീടുകളുടെ അറ്റകുറ്റപ്പണി, നാശനഷ്ടം കണക്കാക്കൽ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. റിസർവ് വനമേഖലയ്ക്ക് സമീപത്തുള്ള ജനവാസ കേന്ദ്രമായ പന്നിയാമലയിൽ മയക്കുവെടിവെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്ന വഴി അർദ്ധരാത്രിയോടെയാണ് കടുവ ചത്തത്. കടുവയുടെ പോസ്റ്റ്മോർട്ടം വയനാട് പൂക്കോട് വെച്ച് നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അർദ്ധരാത്രി 12നും 1 മണിക്കും ഇടയിൽ കോഴിക്കോട് വെച്ച് കടുവ ചത്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അന്വേഷണത്തിന് വനം മന്ത്രി AK ശശീന്ദ്രൻ ചുമതലപ്പെടുത്തി. രാവിലെ 6നും 7നും ഇടയിൽ തൃശൂർ മൃഗശാലയിൽ കടുവയെ എത്തിക്കുമെന്നായിരുന്നു മൃഗശാല അധികൃതരെ അറിയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മൃഗശാല സൂപ്രണ്ടും മറ്റു ജീവനക്കാരും കടുവയെ കൊണ്ടുവന്നാൽ ചികിത്സിക്കുന്നതിനും പാർപ്പിക്കുന്നതിനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിരുന്നു. 6 മണിയോടെ കണ്ണൂരിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോഴാണ് കടുവ ചത്തതായി വിവരം ലഭിച്ചത്. പന്നിയാമലയിൽ മുള്ളുവേലിയിൽ കുടുങ്ങിയ നിലയിലാണ് ഇന്നലെ രാവിലെ കടുവയെ കണ്ടെത്തിയത്. പിന്നീട് 6 മണിക്കൂറിന് ശേഷം മയക്കുവെടിവെച്ച് പിടികൂടി കൂട്ടിലടച്ചു. കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് DFO P കാർത്തിക് ജനപ്രതിനിധികൾക്ക് രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു. കണ്ണവം വനത്തിലേക്ക് കൊണ്ടുപോകാൻ വനം വകുപ്പ് ശ്രമിച്ചപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് രാത്രി 8:45 കടുവയുമായി വനം വകുപ്പ് സംഘം തൃശൂരിലേക്ക് തിരിക്കുകയായിരുന്നു. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് നീക്കി ആഗോള ഭരണസമിതിയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ്. ആഭ്യന്തര തർക്കവും കോടതി വ്യവഹാരങ്ങളും കാരണം നിയമക്കുരുക്കിലായ ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്താത്തതിനെ തുടർന്ന് 2023 ഓഗസ്റ്റ് 23-നാണ് UWW താൽക്കാലികമായി വിലക്കിയത്. ചൊവ്വാഴ്ച ഈ വിലക്ക് നീക്കിയ ആഗോള സംഘടന പ്രതിഷേധമുയർത്തിയ ഇന്ത്യൻ താരങ്ങളായ ബജ്രംഗ് പൂണിയ, വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക് എന്നിവർക്കെതിരെ വിവേചനപരമായ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന് രേഖാമൂലമുള്ള ഉറപ്പ് നൽകാൻ ദേശീയ ഫെഡറേഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ദേശീയ ഫെഡറേഷൻ ഏർപ്പെടുത്തിയ വിലക്ക് അവലോകനം ചെയ്യുന്നതിനായി ഫെബ്രുവരി 9-ന് UWW യോഗം ചേർന്നിരുന്നു. തുടർന്ന് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം വിലക്ക് നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ദേശീയ ഗുസ്തി ഫെഡറേഷൻ കീഴിൽ വരുന്ന എല്ലാ മത്സരങ്ങളിലും ഒളിമ്പിക്സ് അടക്കമുള്ള പ്രധാന ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കുമുള്ള ട്രയൽസിൽ യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ ഗുസ്തി താരങ്ങൾക്കും പങ്കാളിത്തമുണ്ടാകുമെന്ന് ഫെഡറേഷൻ UWWവിന് ഉടനടി രേഖാമൂലമുള്ള ഉറപ്പ് നൽകണം. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗിക പീഡന കേസ് ഉയർന്നതിനെ തുടർന്നാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിട്ട് പകരം അഡ്ഹോക് കമ്മിറ്റിയെ ഭരണം ഏൽപ്പിച്ചത്.
ഏപ്രിൽ 27-ന് ചുമതലയേറ്റ കമ്മിറ്റി 45 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ ഭരണം ഏൽപ്പിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ഇതനുസരിച്ച് ഭൂപേന്ദർ സിംഗ് ബാജോ അധ്യക്ഷനായ അഡ്ഹോക് കമ്മിറ്റി പലതവണ തെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിച്ചെങ്കിലും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും കോടതി വ്യവഹാരങ്ങളും കാരണം അത് നടന്നില്ല. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.